ഹലോ ഫ്രണ്ട്സ്, സുഖമോ ദേവി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു നമ്മുടെ നന്ദൻ ഗിരീഷ് മാഷിന്റെ അടുത്ത് കൊണ്ടുവന്ന് നമ്മുടെ ഋഷിയും ദേവികയുമായിട്ടുള്ള ഒരു ഫോട്ടോ കാണിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഗിരീഷ് മാഷിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. നന്ദൻ ഇത്രയ്ക്കും ദേഷ്യം വരാൻ കാരണം എന്താണ് എന്നുള്ളത് നമ്മുടെ ഗിരീഷ് മാഷിനും മനസ്സിലായിട്ടുണ്ടല്ലേ. നമ്മുടെ ത്യാഗരാജനും ഹോം നേഴ്സും ആണെങ്കിൽ ഇവിടെ ബോംബ് എറിഞ്ഞുകൊണ്ടേ ഇരിക്കുക. നന്ദൻ ആദ്യം ആ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു. പിന്നെന്താ, ഫോണിലേക്ക് അവരുടെ ഫോട്ടോകളും മെസ്സേജുകളും ഒക്കെ ഇങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ നന്ദന്റെ ഉള്ളിൽ ഇങ്ങനെ ആളി കത്തുവാണ്. അപ്പൊ നമ്മുടെ ദേവികയുടെ അടുത്താണെങ്കിൽ നമ്മുടെ നന്ദൻ ഇറങ്ങിപ്പോ എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. തല്ലാൻ നോക്കുന്നു, എല്ലാം ശ്രമിക്കുന്നുണ്ട്. നന്ദൻ ഒരു വക നമ്മുടെ ദേവികയോട് മിണ്ടുന്ന പോലും ഇല്ല. എന്നാലും നമ്മുടെ ദേവിക അവിടെ തന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുവാട്ടോ. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതല്ലേ. നമ്മുടെ ദേവിക എന്തായാലും ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ദേവികയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. കാരണം ഗിരീഷ് മാഷ് വഴി ഇപ്പൊ നമ്മുടെ ചന്ദ്രോത്ത് കുടുംബം എല്ലാവരും അറിയും ഈ ഒരു ഫോട്ടോയുടെ കാര്യമെല്ലാം. അപ്പൊ നമ്മുടെ വീട്ടുകാരെ എല്ലാവരും നമ്മുടെ ദേവികയെ കുറ്റപ്പെടുത്താൻ നോക്കും. എന്നുവെച്ചാല് ഒരു ചെറുപ്പക്കാരന്റെ കൂടെയാണ് നമ്മുടെ ദേവികയെ ആ ഒരു ഫോട്ടോയിൽ കാണുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥനായാലും പ്രഭാവതി ആയാലും നമ്മുടെ ദേവികയുടെ സ്വന്തം അമ്മയും അച്ഛനും അനിയത്തിയൊക്കെ തന്നെ ആയാലും ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ നമ്മുടെ ദേവികയെ തന്നെ കുറ്റപ്പെടുത്തും. അങ്ങനെ എല്ലാവരുടെയും കുറ്റപ്പെടുത്തലും താങ്ങാനാവാതെ നമ്മുടെ ദേവിക രാത്രിക്ക് രാത്രി എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്നൊരു നിമിഷങ്ങളോ അല്ലെങ്കിൽ ആ ഒരു പോകുന്ന സമയത്ത് നമ്മുടെ ദേവികയ്ക്ക് അപകടം പറ്റുന്ന ഒരു മുഹൂർത്തങ്ങളോ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ സുഗമോ ദേവിയിൽ ഇനി വരാൻ പോകുന്നത്. കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.